ഇനി സഞ്ജുവിൻ്റെ കാലമാണ്, ഇനി അയാളുടെ സമയമാണ്. സഞ്ജു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. ഇന്ത്യൻ ലൈനപ്പിൽ എത്ര പേരുണ്ട്? 4-5 പേരുണ്ട് അല്ലേ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതൊരു ഒരു മിസ്ഫോർച്യൂൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ മിസ്ഫോർച്യൂണിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു അത്ലറ്റിൻ്റെ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ്റെയൊക്കെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സ് 30 വയസ്സിലുള്ള സമയമാണ്. അത് കഴിഞ്ഞാൽ അവരെന്താണ് ഒരു റിട്ടയർമെൻറ്റ് മൂഡിലേക്കോ അവരുടെ ഒരു ഫോം പോവാണ്. സഞ്ജുവിന് 30 വയസ്സിന് മുകളിലായി. ആ 30 വയസ്സിന് മുകളിലാകുമ്പോഴാണ് അദ്ദേഹത്തെ ഫോർച്യൂൺ കടാക്ഷിക്കുന്നത് ഇപ്പോൾ വന്നപോലെ. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രതിഭാദാരിദ്ര്യമോ പ്രതിഭയില്ലാത്ത ഒരാളൊന്നുമല്ല. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്ന് പറഞ്ഞാൽ പ്രതിഭകളുടെ ധാരാളിത്തമുള്ളൊരു ടീമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷനിൽ ധാരാളം ആളുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തോടെ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണിച്ചു എന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ബയസ് എന്നോ ഫാൻസൊക്കെ അങ്ങനെയൊക്കെ ആരോപിക്കുമല്ലോ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ സഞ്ജു ഒരു റിസൈലൻസോടെ നിന്നു, ക്ഷമയോടെ നിന്നു. ഇപ്പോൾ ഈ ന്യൂസിലൻഡുമായിട്ടുള്ള കളിയിലെ അദ്ദേഹം വളരെ പൂറായിട്ട് പെർഫോം ചെയ്തത് പെർഫോമൻസ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം ബോറടി കൂടിയാണല്ലോ. ഒരു മനുഷ്യൻ എത്ര നാളെന്ന് വെച്ചാൽ കാത്തിരിക്കുക. സഞ്ജു ടീമിൽ എന്നുള്ളത് മാധ്യമങ്ങളുടെ ഹെഡ്ലൈൻസ് ആവുകയാണ്. സഞ്ജു ഉണ്ടാകുമോ? നമ്മൾ തന്നെ എത്ര ഹെഡ്സ് അടിച്ചിട്ടുണ്ടാവും. തീർച്ചയായും ടീം പ്രഖ്യാപിക്കുന്നു സഞ്ജു ഉണ്ടാകുമോ, എത്ര ഹെഡ്സ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് തന്നെ അത് ബോറടിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സഞ്ജുവിന് എത്ര ബോറടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ബോറടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഫോം പോകാന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ സഞ്ജു അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്തൊരു 10 വർഷമാണ് അല്ലേ. അതുകൊണ്ട് ഒരു 10 കൊല്ലത്തോളം കാത്തിരുന്നു. 10 കൊല്ലത്തോളം കാത്തിരുന്നാണ് ഫോമിലേക്ക് വരുന്നത്. നമ്മളതിനെ ഏതെങ്കിലും തരത്തിൽ സഞ്ജുവിനെ ഒതുക്കി അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ മാഫിയ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഗൗതം ഗംഭീർ സംസാരിക്കുന്ന കുറേ കൂടി ആത്മാർത്ഥമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് പറയുന്നത് ആ ഒരു വിശ്വാസമാണുള്ളത് പറയുന്നത്. അത് മറ്റൊരു സൂചന കൂടിയാണ്, ഇനി സഞ്ജുവിൻ്റെ കാലമാണ്, ഇനി അയാളുടെ സമയമാണ്.